പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നല്ല പ്രഭാതത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. നന്ദിയാലെന്നുള്ളം പൊങ്ങുന്നേ വല്ലഭാ നിൻ സ്നേഹമോർക്കുമ്പോ വർണ്ണിച്ചിടാൻ സാധ്യമല്ലത്. എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ വർണ്ണിച്ചിടാൻ സാധ്യമല്ലത്. എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ കൊടും പാപിയായിരുന്നെന്നെ വൻചേറ്റിൽ നിന്നും കയറ്റി ക്രിസ്തുവാകും പാറമേൽ നിർത്തി. പുത്തൻ പാട്ടുമെൻ്റെ നാവിൽ തന്നതാ. ക്രിസ്തുവാകും പാറമേൽ നിർത്തി. പുത്തൻ പാട്ടുമെൻ്റെ നാവിൽ തന്നതാ. നന്ദിയാലെന്നുള്ളം പൊങ്ങുന്നേ വല്ലഭാ നിൻ സ്നേഹമോർക്കുമ്പോ വർണ്ണിച്ചിടാൻ സാധ്യമല്ലത്. എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ കേൾക്കുവാൻ സർവശക്തനായ ദൈവം സഹായിച്ചു. അതിനായി അഭിഷക്തന്മാരെ ദൈവം പുത്തൻ അഭിഷേകത്തോടെ നിർത്തിയതിനായി സ്തോത്രം. അല്പനിമിഷം ധ്യാനിപ്പാൻ ഗലാത്യർക്കെഴുതിയ ലേഖനം 6-ാമത്തെ അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: വഞ്ചിക്കപ്പെടാതിരിപ്പാൻ ദൈവത്തെ പരിഹസിച്ചുകൂടാ, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. 6-ാമത്തെ വാക്യത്തിൽ പറയുന്നു, വചനം പഠിക്കുന്നവൻ പഠിപ്പിക്കുന്നവന് എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണം. ആമേൻ. ഏറ്റവും കൂടുതൽ പൗലോസ് തൻ്റെ ദൈവശബ്ദത്തിൻ്റെ മറവിൽ മറഞ്ഞു നിന്നുകൊണ്ട്, നമുക്കറിയാം 1 കൊരിന്ത്യർ ലേഖനം പഠിക്കുമ്പോൾ അവിടെ പൗലോസ്ലീഹ വ്യക്തമായി പറയുന്ന ഒരു വാക്ക്, ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ. അപ്പോൾ പൗലോസ് പറഞ്ഞ വാക്ക് കേട്ടോ, ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും. അപ്പോൾ ഓരോ വ്യക്തിയെക്കുറിച്ചും വേദപുസ്തകം പഠിപ്പിക്കുന്നത് പ്രാപിക്കണം. സ്തോത്രം. എന്ത് പ്രാപിക്കണം? ദൈവാത്മാവിനെ പ്രാപിക്കണം. അതെങ്ങനെ തിരിച്ചറിയാം? അതാണ് 6-ാമത്തെ വാക്യം. വചനം പഠിക്കുന്നവൻ പഠിപ്പിക്കുന്നവന് എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണം. ദശാംശമല്ല, പിന്നെ എന്താണ്? ഓഹരി കൊടുക്കണം. ഈ പ്രഭാതം വചനം പറയുന്നു, വഞ്ചിക്കപ്പെടാതിരിപ്പാൻ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത്? കൊടുക്കുന്നതിൽ പിശുക്ക് കാണിക്കരുത്. എന്തോ ഈ പ്രഭാതം പരിശുദ്ധാത്മാവ് എന്നോട് അങ്ങനെ സംസാരിക്കാൻ പറയുന്നു. ഓഹരി എടുത്ത് പുട്ടടിക്കരുതെന്നാ പറയുന്നത്. ദൈവത്തിന് കൊടുക്കാനുള്ളത്, സഭയിലെ ഇടയന് കൊടുക്കാനുള്ളത് എടുത്ത് കീശയിൽ വെക്കരുത്.
ഇന്നങ്ങനെയല്ലേ? ഒരു ഞായറാഴ്ച ഏറ്റവും കീറിയ പൈസ എടുത്തുകൊണ്ട് പോകുന്ന ആൾക്കാരല്ലേ കൈവക്കൊണ്ട് പ്രാർത്ഥിച്ചാൽ മതി. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിനോട് ഈ പ്രഭാതത്തിൽ ഇങ്ങനെയാ പറയുന്നത്. ഇത് 11ാമത്തെ മാസമാണ്. ഈ ഒരു വർഷം തികയാൻ പോകുന്നു. ഇനി ഒരു മാസം കൂടെ ഉള്ളൂ. ഇതിനകത്ത് കഴിഞ്ഞ 10 മാസവും കൃത്യമായി ദശാംശം കൊടുത്തിട്ടുണ്ടോ എന്നല്ല വചനം ചോദിച്ചത്. ഓഹരി കൊടുത്തിട്ടുണ്ടോ? അത് പാസ്റ്റർ എനിക്ക് ഓഹരി അറിയത്തില്ല. ഓക്കെ, അല്പ സെക്കൻഡ് കൊണ്ട് ഞാൻ ഓഹരിയുടെ വിഷയം പറഞ്ഞു നിർത്താം. ഓഹരി എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ 4 പേര്, ഭാര്യ, ഭർത്താവ്, അവർക്ക് 2 മക്കൾ. ഇന്ന് അങ്ങനെയാണല്ലോ. അപ്പൻ്റെ കൂടെ താമസിക്കത്തില്ല, അമ്മയുടെ കൂടെ താമസിക്കത്തില്ല, ഭാര്യ അമ്മായിയോട് താമസിക്കത്തില്ല, ഭർത്താവ് അമ്മാവനോട് താമസിക്കത്തില്ല. അപ്പോൾ ഇവരെല്ലാവരും സെപ്പറേറ്റാ. അപ്പം 4 പേരെന്നിരിക്കട്ടെ. ഒരു വീട്ടിൽ 1000 രൂപ വരുമാനം ഉണ്ടെന്ന് വെച്ചോ. ആയിരിക്കട്ടെ, ഇപ്പം അതിൽ കൂടുതലുണ്ട്. 1000 രൂപ വരുമാനമുണ്ട്. ജോലി കഴിഞ്ഞു 1000 രൂപ കിട്ടി. 1000 രൂപയെ 5ആയിട്ട് ഭാഗിക്കണം. സ്തോത്രം. 5ആയിട്ടെന്ന് പറയുമ്പോൾ എത്രയായി? അപ്പോൾ ആമേൻ, ഒരാളിന് 20 രൂപയായല്ലേ? അപ്പം 5 പേർക്കായപ്പോൾ എത്രയായി? കൃത്യമായും ഓഹരിയാണ്. അപ്പോൾ അതിൽ നിന്ന് 20 രൂപ മാറ്റി. സ്തോത്രം. അപ്പൊ 4 പേർക്ക് 20 രൂപ വെച്ച് എത്രയായി? എത്ര രൂപയായി? 20 രൂപ വെച്ച് 80 രൂപയായി അല്ലേ? അപ്പൊ 100 രൂപയ്ക്ക് എത്ര മാറ്റണം? 20 രൂപ മാറ്റണം. അപ്പോൾ 1000 രൂപ വരുമ്പോ എത്ര മാറ്റണം? 200 രൂപ മാറ്റണം. പാസ്റ്ററെ, അത് മാത്രം പറയരുത്. ഇതിൽ ഇനി 100 രൂപ കൂടെ വച്ചാണ് എനിക്കൊരു ചിട്ടി കൊടുക്കാൻ. എൻ്റെ പൊന്ന് ദൈവദാസനെ, ദൈവദാസിയെ, അഭിഷത്തനെ, അഭിഷത്തയെ, ദൈവത്തിൻ്റെ പൈസ എടുത്ത് പൂട്ടടിച്ചാൽ അത് നിങ്ങൾ വഞ്ചിക്കപ്പെട്ടു. ദൈവത്തെ നിങ്ങൾ വഞ്ചിച്ചു. വചനം പഠിപ്പിക്കുന്നവരെ നിങ്ങൾ ഓഹരിയിൽ വഞ്ചിച്ചു. ഈ പുതിയ വർഷത്തിലേക്ക് വരുമ്പോൾ കൊടുക്കേണ്ടതെല്ലാം കൊടുത്തിട്ടേ പോകാവൂ. ഇല്ലെങ്കിൽ ദൈവം എടുക്കും, അത് കുഴപ്പമില്ല. ദൈവത്തിന് തരാൻ അറിയാമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? എടുക്കാനും പറ്റും. ഈ പ്രഭാതം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായിരിക്കണം. ഇന്നെല്ലാവരും ഓഹരി മാറ്റുന്നത് 1000 രൂപ ശമ്പളം കിട്ടിയാൽ അതിൻ്റെ പെട്രോളെല്ലാം അടിച്ച് കപ്പയും മീനും എല്ലാം വാങ്ങി വക്കീൽ നിന്ന് ചായയെ കുടിച്ച് ദോശയും കഴിച്ച് വീട്ടിൽ വരുമ്പോൾ അതിനകത്തുനിന്ന് 200 300 വരും. അതിൽ നിന്ന് മാറ്റുന്ന വില്ലന്മാരുണ്ട്. കൈ പൊക്കണ്ട, പ്രാർത്ഥിച്ചാൽ മതി. സ്തോത്രം. ജോലി ചെയ്ത സ്ഥലത്ത് വച്ച് കിട്ടുന്ന പൈസ എത്രയാണോ ഒരു ദിവസം, 1000 ആണോ 1500 ആണോ 2000 ആണോ, എത്രയാ കിട്ടുന്നത്, ആ ഒരു ദിവസം ആ കൃത്യമായിട്ടും അതിൽ നിന്ന് ഓഹരി മാറ്റിയിരിക്കണം. ഹല്ലേലൂയ. അതാണ് പുസ്തകം പറയുന്നത്. സത്യവേദ പുസ്തകം വിളിച്ചു പറയുന്നത് ഇങ്ങനെയാണ്: നിന്റെ ആലയത്തിൽ ആഹാരമുണ്ടാകേണ്ടതിന് ദശാംശവും ഓഹരി മുഴുവനും എന്ത് ചെയ്യണം? ആലയത്തിലെ ഭണ്ഡാരത്തിലേക്ക് വരണം. ലഭിക്കുന്ന മാസ ശമ്പളത്തിൽ നിന്ന് എടുത്ത് പൂട്ടടിക്കാൻ നോക്കിയ കർത്താവ് വരുമാനത്തെ മുടക്കും. എൻ്റെ പൊന്നു ദൈവദാസനെ, ദൈവദാസിയെ, ഇന്ന് ഏറ്റവും കൂടുതൽ വഞ്ചിക്കപ്പെട്ട് കിടക്കുന്നത്, ദൈവത്തെ പരിഹസിക്കുന്നത്, സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നവരെന്ന് പറഞ്ഞാൽ ഒരിക്കലും ലജ്ജിക്കേണ്ട അവർ തന്നെയാണ്. ബാക്കി എല്ലാവർക്കും ഒരു ഭയമുണ്ട് കേട്ടോ. ഇത് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് അന്യഭാഷയും പ്രാപിച്ചു കഴിഞ്ഞാൽ തികഞ്ഞു. പിന്നെ ഒരു ബൈബിൾ വാങ്ങുക, പ്രവചിക്കുക. സ്തോത്രം. എൻ്റെ പൊന്ന് കർത്താവിൻ്റെ അഭിഷത്തനെ, അഭിഷത്തയെ ബഹുമാനത്തോടെ സ്നേഹിക്കുന്ന, ഞാൻ ബഹുമാനിക്കുന്ന ഒത്തിരി അഭിഷത്തന്മാർ ഇതിനകത്തുണ്ട്. ആമേൻ. വിശ്വസ്തയോടെ നിൽക്കുന്ന അഭിഷത്തന്മാർക്ക് ഒരു ചീത്തപ്പേരുണ്ടാക്കരുതേ. സ്തോത്രം. ആമേൻ. ഒരു ദിവസം പോലും നഷ്ടില്ലാത്ത ശുശ്രൂഷകന്മാർ ഇതിനകത്തുണ്ട്. ഈ മെസ്സേജ് ഏകദേശം 7000-ത്തിനപ്പുറം പേർക്ക് പോകുക.
അതിനപ്പുറം ഇൻസ്റ്റാഗ്രാം വഴി, ഫേസ്ബുക്ക് വഴി, യൂട്യൂബ്, പിന്നെ പല ചാനലിൽ കൂടെയൊക്കെ ഈ മെസ്സേജ് പോകുന്നു. വചനത്തിനകത്തുനിന്ന് പകൽക്കാലം നിൽക്കാൻ നിങ്ങൾ തയ്യാറാകണം. സ്തോത്രം. വചനത്തിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതാ ഇവിടെ പറഞ്ഞത്, ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി. ഇത് പൗലോസിന്റെ ദൈവം ഏൽപ്പിച്ച ഒരു കാർമ്മിക ശുശ്രൂഷയാണ് ഇവിടെ നമ്മൾ വായിച്ചു കേട്ടത്. എന്നാൽ ഈ 6-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്ത് ഒത്തിരി ദൂതുകളും ഒരു മനുഷ്യന് ആവശ്യമായ സകല അനുഗ്രഹങ്ങളും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. സ്തോത്രം. ആമേൻ. എന്നാൽ മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും. ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. കണ്ടോ? ആത്മാവിൽ എന്ത് ചെയ്യും? നിത്യജീവനെ കൊയ്യും. അപ്പോ ഇവിടെ 1 കൊരിന്ത്യർ ലേഖനം 6-ാമത്തെ അധ്യായത്തിൽ 9-ാമത്തെ വാക്യത്തിലേക്ക് ഇങ്ങനെ വായിക്കുമ്പോൾ പറയുന്നു, അന്യായം ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ? വഞ്ചിക്കപ്പെടാതിരിപ്പീൻ. സ്തോത്രം. എവിടെയാ അന്യായം ചെയ്തേ? ഓഹരിയിൽ അന്യായം ചെയ്തു. എവിടെയാ അന്യായം ചെയ്തേ? പഴയ നിയമത്തിൽ ദശാംശത്തിൽ അന്യായം ചെയ്തു. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ടാ വചനം പഠിക്കുന്നവൻ, പഠിപ്പിക്കുന്നവന് എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണം. ആമേൻ. ദൈവരാജ്യം അവകാശമാക്കിയില്ല എന്ന് അറിയുന്നില്ലയോ? നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പീൻ. ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപാന്മാർ, വാവിഷ്ഠാനക്കാർ, സ്തോത്രം, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകലിൽ ഈ പ്രഭാതത്തിൽ കേൾക്കുന്ന ദൈവശബ്ദം അഭിഷത്തയെ നമുക്ക് ഏറ്റെടുക്കാം. കർത്താവ് നമ്മോട് പിന്നെയും സംസാരിക്കാൻ നമ്മെ തന്നെ ഒന്ന് വിധേയപ്പെടുത്തി കൊടുക്കാം. ദൈവം നമ്മോട് സംസാരിക്കട്ടെ. എന്നാൽ റോമാലേഖനം 15-ാമത്തെ അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ സ്തോത്രം വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു ദൂത് തന്നെ ആമേൻ സ്തോത്രം എഴുതി വച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് വായിച്ചോളും കേട്ടോ. ആമേൻ. എന്നാൽ 1 കൊരിന്ത്യർ ലേഖനം 9-ാമത്തെ അധ്യായം 11ഉം 12ഉം വാക്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? വായിക്കണം. പ്രൈസ് ദി ലോർഡ്. 1 കൊരിന്ത്യർ ലേഖനം 9-ാം അധ്യായം അതിൻ്റെ 11ഉം 12ഉം വാക്യം നിങ്ങൾ എന്ത് ചെയ്യണം? വായിക്കണം. ഞങ്ങൾ ആമേൻ സ്തോത്രം ദൈവത്തിൻ്റെ കൃപയിൽ മറഞ്ഞിരിക്കുന്ന ദൈവകുഞ്ഞുങ്ങൾ ഓരോ ദിവസവും ദൈവത്തിന് വേണ്ടി ഫലം കായ്ക്കണം. സ്തോത്രം. എങ്ങനെ? ആത്മാവിൽ തന്നെ. ഹല്ലേലൂയ. ആത്മാവിൽ തന്നെ ഫലം കായ്ക്കണം. ആമേൻ. ആത്മാവിൽ തന്നെ മുൻപിലോട്ട് സഞ്ചരിക്കണം. അതാണ് ദൈവാത്മാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇന്ന് പകലിൽ ഇവിടെ നമ്മൾ വായിച്ചത്, വഞ്ചിക്കപ്പെടാതെ ഇരിപ്പീൻ. ദൈവത്തെ പരിഹസിച്ചുകൂടാ. കൊടുക്കേണ്ടത് കൊടുക്കാൻ ഇന്ന് പകൽ ഒരു തീരുമാനത്തിലേക്ക് വരാം. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായി സ്തോത്രം. അപ്പാ, ഞങ്ങളുടെ മുഖത്തേക്ക് നോക്കുന്നു. ഞങ്ങളെ സഹായിക്കണം. കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കണം. കൃപയിൽ പൊതിയണം. അത്ഭുതം ചെയ്യും. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ
അതിശയകരമായി അനുഗ്രഹിക്കട്ടെ.